ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അരിതമെറ്റിക് സീക്വൻസിലോട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ ഒരു അരിതമെറ്റിക് സീക്വൻസ് എഴുതാൻ പോവാണ്. നോക്കിയോ, 2ന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5ന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മക്കളെ കിട്ടുക? 8ന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 11ന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 14ന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മക്കളെ കിട്ടുക? 17 ആൻഡ് 17ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 20 ആൻഡ് 20യുടെ കൂടെ 3 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 23 എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ നമ്മൾ ഒരു നമ്പറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് നമ്പർ, ഒരു സ്ഥിര സംഖ്യ ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുന്ന സീക്വൻസിനെയാണ് നമ്മൾ അരിതമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അല്ലേ. അരിതമെറ്റിക് സീക്വൻസ് എന്ന് ഇംഗ്ലീഷ് മീഡിയംകാർ പറയും, മലയാളം മീഡിയംകാർ എന്താ പറയുക? സമാന്തര ശ്രേണി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്ത നമ്പർ അല്ലേ, ഒരു നമ്പറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഒരു ഫിക്സ്ഡ് നമ്പർ, ഒരു നിശ്ചിത സംഖ്യ ഇങ്ങനെ കൂട്ടി കൂട്ടി പോവുക ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പറഞ്ഞേ, എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ടേം എന്നാ വിളിക്കുക അല്ലേ. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്ന് വിളിക്കും. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. അതിന് നിങ്ങൾക്ക് x1 എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ f എന്നുകൊണ്ടും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മളിങ്ങനെ ഒരു സംഖ്യ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു നിശ്ചിത സംഖ്യ, ഒരു ഫിക്സഡ് സംഖ്യ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി പോകില്ല. പിന്നെ ഇവിടെ നമുക്ക് അടുത്ത നമ്പർ കാണണം. അപ്പോൾ നമ്മൾ വീണ്ടും 3 ആഡ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് 26 അല്ലേ കിട്ടുക അല്ല. ആദ്യം 2ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ 5 കിട്ടും. 5ന്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടിയാൽ 8 കിട്ടും. 8ന്റെ കൂടെ ഒരു 3 കൂട്ടിയാൽ 11 കിട്ടും. 11ന്റെ കൂടെ 3 കൂട്ടിയാൽ 14, പിന്നെ 17, 20, 23, 26 ഇങ്ങനെയല്ലേ കിട്ടുക. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഈ ഒരു നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അയാളെ വിളിക്കുന്ന പേരെന്താ ഒന്ന് പറഞ്ഞേ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എന്താ വിളിക്കുക? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ അതിനെ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും അല്ലെ. മലയാളം മീഡിയം കുട്ടികൾ പൊതുവ്യത്യാസം എന്ന് വിളിക്കും. അതിനെ നമ്മൾ ഡി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു സമാന്തര ശ്രേണി അരിതമെറ്റിക് സീക്വൻസിനകത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, നമ്മൾ ജനറൽ ആയിട്ട് ഒരു അരിതമെറ്റിക് സീക്വൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ പറയാ? ഇയാളെ നമ്മൾ ആദ്യ പദം ഫസ്റ്റ് ടേം x1 എന്ന് പറയില്ലേ. ഇയാളെ നമ്മൾ രണ്ടാമത്തെ പദം സെക്കൻഡ് ടേം x2, ഇയാളെ നമ്മൾ മൂന്നാമത്തെ പദം തേർഡ് ടേം x3, ഇയാളെ നമ്മൾ നാലാമത്തെ പദം x4, ഇയാളെ നമ്മൾ അഞ്ചാമത്തെ പദം x5, ഇതോ x6, ഇത് x7, ഇത് x8, x9 അല്ലേ. ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം, നാലാമത്തെ പദം, അഞ്ചാമത്തെ പദം, ആറാമത്തെ പദം, ഏഴാമത്തെ പദം, എട്ടാമത്തെ പദം, ഒമ്പതാമത്തെ പദം അല്ലേ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സോ ഓൺ. അങ്ങനെ പോകും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് ഒരു അരിതമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ നിന്നും അതിന്റെ പൊതുവ്യത്യാസം കാണാം. വളരെ സിമ്പിൾ ആണല്ലേ. പൊതുവ്യത്യാസം കാണാൻ രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം കുറക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്നും രണ്ടാമത്തെ ടേം കുറയാം, അല്ലെങ്കിൽ നാലാമത്തെ ടേമിൽ നിന്നും മൂന്നാമത്തെ ടേം കുറക്കാം അല്ലെ. സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറക്കാം, x2 നിന്നും x1 കുറക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? 5 - 2 അഥവാ 3 ആണ് നമ്മളുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അതല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിൽ നിന്നും രണ്ടാമത്തെ ടേം കുറക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ ടേം എന്താണ്? 8 ആണ്. 8 - രണ്ടാമത്തെ ടേം 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ പൊതുവ്യത്യാസം 3 കിട്ടും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ടേമിൽ നിന്നും മൂന്നാമത്തെ ടേം മൈനസ് ചെയ്യാം. നാലാമത്തെ ടേമിൽ നിന്നും മൂന്നാമത്തെ ടേം മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 11 നിന്നും 8 കുറക്കാം. 11 നിന്നും 8 കുറച്ചാൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 കിട്ടും. അപ്പോൾ ഇതെല്ലാം പൊതുവ്യത്യാസമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പൊതുവ്യത്യാസം കാണാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തതിൽ നിന്നും 1 കുറക്കാം, 3ൽ നിന്നും 2, 4ൽ നിന്നും 3, ഇനി 5ൽ നിന്നും 4 കുറക്കാം. അങ്ങനെയാണ് നമ്മൾ പൊതുവ്യത്യാസം കാണാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ സമാന്തര ശ്രേണിയിലെ അരിതമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേം, എനി 2 ടേംസ്, ഏതെങ്കിലും 2 ടേം തന്നാൽ എങ്ങനെയാണ് നമ്മൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കാണുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് എക്സാമിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ നോക്കി, ഏതെങ്കിലും 2 ടേം, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് 8ാമത്തെ ടേം എടുക്കാം. എന്താ 8ാമത്തെ ടേം? x8. നോക്കിയിട്ട് പറഞ്ഞേ, 8ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ x8 അല്ലെ. 8ാമത്തെ ടേം എത്രയാണ്? 23. അത് നമുക്കറിയാം. പിന്നെ നമുക്കറിയുന്നത് മൂന്നാമത്തെ ടേം ആണെന്ന് വിചാരിച്ചോ. മൂന്നാമത്തെ ടേം x3. ഓക്കെ, മൂന്നാമത്തെ ടേം x3 എത്രയാ? 8 ആണ് അല്ലെ. മൂന്നാമത്തെ ടേം x3 എത്രയാണ്? 8 ആണ്. ഇങ്ങനെ നമുക്ക്
ഏതെങ്കിലും രണ്ട് ടേം, ഇപ്പൊ നമുക്ക് ആകെ രണ്ട് ടേം അറിയുള്ളൂ, ഏതോ രണ്ട് ടേം, തൊട്ടടുത്തുള്ള രണ്ട് ടേം അല്ല. തൊട്ടടുത്തുള്ള ടേം ആണെങ്കിൽ 5ൽ നിന്നും 4 കുറക്കാം, മൂന്നാമത്തെ ടേമിൽ നിന്നും രണ്ടാമത്തെ ടേം കുറക്കാം, 2ൽ നിന്നും 1 കുറക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് ഏതോ രണ്ട് ടേമുകൾ, എനി ടു ടേംസ്, ഏതോ രണ്ട് ടേമുകളാണ്. അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതോ രണ്ട് ടേം തന്നാൽ എങ്ങനെയാണ് നമ്മൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഇക്വേഷൻ ആണ് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത്. ടേം ഡിഫറൻസ്, ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലെ കോമൺ ഡിഫറൻസ്. ഏതെങ്കിലും രണ്ട് ടേം തന്നാൽ എങ്ങനെയാണ് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാ? ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലയാളത്തിൽ ഇപ്പൊ എന്താണ്? പദവ്യത്യാസം. മലയാളത്തിൽ എന്താ പറയാ? പദവ്യത്യാസം ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥാന വ്യത്യാസം. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പദവ്യത്യാസം, പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥാന വ്യത്യാസം. അപ്പൊ നമ്മൾ അത് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കിക്കോ. കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു, ഇവിടെ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 8ാമത്തെ ടേമിൽ നിന്നും 3ാമത്തെ ടേം കുറക്കുന്നതിനെയാണ് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി പൊസിഷൻ ഡിഫറൻസ്, പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 8 - 3, 8 - 3. അപ്പൊ ഇവിടെ ടേം ഡിഫറൻസ് 8ാമത്തെ ടേം എന്താ? 23 മൈനസ് 3ാമത്തെ ടേം എന്താണ്? 23 അല്ലേ? 23 -8 അല്ലെ. നോക്കി, 8ാമത്തെ ടേം ഇതാ, 8ാമത്തെ ടേം 23 -8 ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം 8 - 3 5 വരും. നോക്കിയ മക്കളെ, എന്താണ് 23 - 8? 23 നിന്നും 8 പോയാൽ എന്താ കിട്ടുക? 15 കിട്ടും അല്ലെ. ഈ 15നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നമ്മളുടെ കോമൺ ഡിഫറൻസ് 3 കിട്ടിയത് കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇത് മറന്നു പോകരുത്. അപ്പൊ ഏതെങ്കിലും രണ്ട് ടേം, എനി ടു ടേം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ കോമൺ ഡിഫറൻസ് കാണാൻ? ഈ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം ഡിവൈഡഡ് ബൈ പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. ക്ലിയർ ആണല്ലോ? മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഞാനിപ്പോൾ നമ്മളെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയപ്പോൾ 2ന്റെ കൂടെ നമ്മളെ കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്തു. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ കോമൺ ഡിഫറൻസ് ഡി 3 ആണ് കേട്ടോ. അപ്പോൾ ആ ഡി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അടുത്ത ടേം 5 കിട്ടും. വീണ്ടും ഞാൻ കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 8 കിട്ടും. വീണ്ടും ഞാൻ കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 11 കിട്ടും. വീണ്ടും ഞാൻ കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 14 കിട്ടും. വീണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 17 കിട്ടും. അങ്ങനെയാണ് പോവുക. അപ്പൊ അതിനകത്ത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇതാണ് നമ്മളുടെ x1 ആണല്ലോ. ഇതാണ് നമ്മളുടെ x1 ആദ്യ പദം. ഇനി രണ്ടാമത്തെ ടേം x2 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ടേം x2 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ x1ന്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി, x1 + d. ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ ടേം x3 കിട്ടാൻ ഞാൻ ആദ്യം ഒരു പൊതുവ്യത്യാസം കൂട്ടി, വീണ്ടും ഒരു പൊതുവ്യത്യാസം അല്ലെ. ആദ്യം x1ന്റെ കൂടെ ഒരു 3 കൂട്ടിയാൽ 5 കിട്ടും. ഒരു 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ടേം x3 കിട്ടും. അപ്പോൾ ഓൾറെഡി x1ന്റെ കൂടെ ഒരു d കൂടിയിട്ടുണ്ട്. ഒരു ഡിയും കൂടെ വരുമ്പോൾ d + d എന്താണ്? d + d 2d 2d എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി നാലാമത്തെ ടേം കിട്ടണമെങ്കിൽ ആദ്യം x1ന്റെ കൂടെ ഒരു d ആഡ് ചെയ്താൽ രണ്ടാമത്തെ ടേം, ഒരു ഡിയും കൂടെ ആഡ് ചെയ്താൽ മൂന്നാമത്തെ ടേം, ഒരു ഡിയും കൂടെ ആഡ് ചെയ്താൽ നാലാമത്തെ ടേം കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ x3, ഇവിടെ ഒരു കാര്യമുണ്ട്, നോക്കി, ഒരു മിനിറ്റ് നോക്കി. ഞാൻ പറഞ്ഞത് നമ്മൾ നോക്കിക്കോളൂ. ആദ്യം നമ്മളുടെ x1 അല്ലേ, x1. രണ്ടാമത്തെ ടേം x2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? x2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമത്തെ പദം x1ന്റെ കൂടെ കോമൺ ഡിഫറൻസ് d ആഡ് ചെയ്യണം ആണല്ലോ. ഇനി ഒന്ന് പറഞ്ഞേ, മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടിയിട്ട് x3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു d ആഡ് ചെയ്താൽ രണ്ടാമത്തെ ടേം കിട്ടും, രണ്ടാമത്തെ പദം കിട്ടും. ഒരു ഡിയും കൂടെ ആഡ് ചെയ്താൽ മൂന്നാമത്തെ പദം കിട്ടില്ലേ? അപ്പൊ d + d എന്താണ്? 2d. അപ്പൊ x1ന്റെ കൂടെ ഒരു ഡിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ പദം കിട്ടും. ഇനി നാലാമത്തെ പദം കിട്ടണമെങ്കിൽ ഒന്ന് പറഞ്ഞേ, നാലാമത്തെ പദം ഇവിടെ x4 അല്ലേ. അപ്പൊ x1ന്റെ കൂടെ ആദ്യം ഒരു ഡി, പിന്നെ ഒരു ഡി ആഡ് ചെയ്തപ്പോൾ മൂന്നാമത്തത് ഒരു ഡിയും കൂടെ വരുമ്പോൾ നാലാമത്തെ പദം കിട്ടില്ലേ? അപ്പൊ x1ന്റെ കൂടെ 3d ആഡ് ചെയ്താലല്ലേ നമുക്ക് നാലാമത്തെ പദം കിട്ടുക. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ പദം എങ്ങനെ കിട്ടുക? ഒന്ന് പറഞ്ഞേ, അഞ്ചാമത്തെ പദം എങ്ങനെ കിട്ടുക? അഞ്ചാമത്തെ പദം കിട്ടാൻ വേണ്ടിയിട്ട് x1ന്റെ കൂടെ ഒരു ഡി,
രണ്ടാമത്തെ ഡി, മൂന്നാമത്തെ ഡി, ഒരു ഡിയും കൂടെ വരണ്ടേ? അപ്പൊ x1ന്റെ കൂടെ 4d. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് രണ്ടാമത്തെ പദം കിട്ടണമെങ്കിൽ x1ന്റെ കൂടെ d, മൂന്നാമത്തത് കിട്ടണമെങ്കിൽ 2d, നാലാമത്തത് കിട്ടണമെങ്കിൽ 3d, അഞ്ചാമത്തത് കിട്ടണമെങ്കിൽ 4d. അപ്പൊ നമുക്ക് പറയാം ഒരു അരിതമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം, ഏത് ടേം ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് xn is equal to x1 plus n minus 1 into d. n minus 1 into d. xn is equal to x1 plus n minus 1 into d. ഈ ഫോർമുല തന്നെ നിങ്ങൾ മറ്റൊരു രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതെന്താണ്? xn is equal to x1 എന്നുള്ളിടത്ത് f കൊടുക്കാം അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടേം എന്നുള്ള a അല്ലെ, ഫസ്റ്റ് ടേമിനെ നമുക്ക് x1 എന്നും ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ f എന്നും ഡിനോട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നോക്കിയേ, ഈ ഫോർമുല നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. x1 എന്നുള്ളിടത്ത് f എഴുതുന്നു, n minus 1 into d. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ f പ്ലസ്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ n into d nd, n into minus d, n into d nd and d into minus 1 minus d എന്ന് വരും. ഇനി ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ എൻഡിനെ ഫ്രണ്ടിലോട്ട് എഴുതുക, പ്ലസ് പിന്നെ ഇവിടെ ഉണ്ട് എഫ് ഉണ്ട്, ഒരു മൈനസ് ഡി ഉണ്ട്, സോ എഫ് മൈനസ് ഡി. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് രണ്ട് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഇതൊന്നും ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. x2 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് ഡി, x3 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 2d, x4 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 3d, x5 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 4d. ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നോക്കിയേ, x10 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 പ്ലസ് 9d. ക്ലിയർ ആണല്ലോ? 9d. ഇപ്പം x25 എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? 25ാമത്തെ പദം ഒന്ന് പറഞ്ഞേ, x1 പ്ലസ് 24d. ഇതിന്റെ പുറമെ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് അറിയണം. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എന്താ അറിയാം? x5 അറിയാമെന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങൾ x10 കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ x5ന്റെ കൂടെ ഒരു 5dയും കൂടെ ആഡ് ചെയ്താൽ മതി, ഒരു 5dയും കൂടെ ആഡ് ചെയ്താൽ മതി. ഓൾറെഡി നിങ്ങൾക്ക് x5 അറിയാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് x3 അറിയാം, x3. എന്നിട്ട് നിങ്ങൾ x7 കാണാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ x3യുടെ കൂടെ ഒരു 4d ആഡ് ചെയ്താൽ മതി. ക്ലിയർ? ഓൾറെഡി നിങ്ങൾക്ക് ആറാമത്തെ പദം x6 അറിയാം. എന്നിട്ട് നിങ്ങൾ ഒരു x20 കാണാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ x6ന്റെ കൂടെ ഒരു 14d ആഡ് ചെയ്താൽ മതി, ഒരു 14d ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ ഓൾറെഡി നോക്കിയേ, നിങ്ങൾക്ക് x10 അറിയാം, 10ാമത്തെ ടേം അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് 1ാമത്തെ ടേം കാണണം. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ടേമിൽ നിന്നും ഒരു 9d നിങ്ങൾ മൈനസ് ചെയ്താൽ മതി. ക്ലിയർ? ഓൾറെഡി നിങ്ങൾക്ക് 5ാമത്തെ ടേം x5 അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടേം x1 കാണണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? x5ൽ നിന്നും ഒരു 4d കുറച്ചാൽ മതി. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 10ാമത്തെ ടേം കിട്ടണമെങ്കിൽ x1 പ്ലസ് 9d, 25ാമത്തെ ടേം കിട്ടണമെങ്കിൽ മക്കളെ x1 പ്ലസ് 24d. ഇനി 5ാമത്തെ ടേം അറിയുന്ന ആൾക്ക് 10ാമത്തെ ടേം കാണാൻ 5ാമത്തെ പദത്തിന്റെ കൂടെ ഒരു 5d കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഇനി 3ാമത്തെ പദം അറിയുന്ന ആൾക്ക് 7th ടേം കാണാൻ അതിന്റെ കൂടെ ഒരു 4d ആഡ് ചെയ്താൽ മതി. 10ാമത്തെ ടേം അറിയുന്ന ആൾക്ക് 1ാമത്തെ പദം കാണാൻ 10ാമത്തെ ടേമിൽ നിന്ന് ഒരു 9d മൈനസ് ചെയ്താൽ മതി. 5ാമത്തെ ടേം അറിയുന്ന ആൾക്ക് 1ാമത്തെ ടേം അറിയാൻ 5ാമത്തെ ടേമിൽ നിന്ന് ഒരു 4d കുറച്ചാൽ മതി. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലോട്ട് കടക്കാം. നോക്കിയേ, ഇവിടെ ഈ പ്രോബ്ലത്തിലോട്ട്, ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലത്തിലോട്ട് വരുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അതുപോലെ 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അതുപോലെ 3/4 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 0.75 ആണ്. ഇത് അറിയാത്ത ആൾക്കാർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അറിയാത്ത ആൾക്കാർ, മക്കൾ ഇത് അറിയാത്ത ആൾക്കാർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച്. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അതുപോലെ 3/4 എന്ന് പറഞ്ഞാലോ 0.75. അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്യുക കേട്ടോ. 1/2 എന്ന് പറഞ്ഞാൽ 0.5, 1/4 എന്ന് പറഞ്ഞാൽ 0.25, 3/4 എന്ന് പറഞ്ഞാൽ 0.75. ഇനി നമുക്ക് ഈ ക്വസ്റ്റിലോട്ട് വരാം. എന്താണ് ഈ ക്വസ്റ്റിനെ നോക്കിയേ, ഈ ക്വസ്റ്റിനെ നോക്കിയേ, ഈ ക്വസ്റ്റിനെ നോക്കിയേ, ഈ ക്വസ്റ്റിനെ നോക്കിയേ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? അത് ഞാൻ ഇവിടെ സൈഡിൽ നോട്ട് ചെയ്താ. 1/2 എന്താ? 1/2 0.5. ദെൻ 1/4 എന്താ? 1/4 0.25 and 3/4. what is 3/4? 0.75. നോക്കിയേ, ഇവിടെ 2 3/4, 3 1/2, 4 1/4 ഇങ്ങനെ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാനാണ്. ഓക്കെ, അപ്പം 2 3/4, 3 1/2, 4 1/4 എന്ന് പറയുന്ന ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാനാണ്. അപ്പൊ 2 3/4 എന്താ? 3/4
0.75. അപ്പോൾ 2 3/4 എന്ന് പറഞ്ഞാൽ 2.75. ഓക്കെ, 2.75. നോക്ക്, 3/4 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, 3/4 എന്താ മക്കളെ? 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. അപ്പൊ 2 3/4 പറഞ്ഞാൽ 2ന്റെ കൂടെ ആ 3/4ന്റെ വാല്യൂ കൂടെ എഴുതി കൊടുക്കുക. അപ്പൊ 2 + 0.75. ദെൻ അടുത്തത് 3 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5. അപ്പൊ 3ന്റെ കൂടെ 0.5 ആഡ് ചെയ്താൽ 3.5. ക്ലിയർ. 4 1/4 പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആ. അപ്പൊ 4ന്റെ കൂടെ 0.25 കൂടെ ആഡ് ചെയ്താൽ 4.25. അപ്പൊ ഇതാണ് നമ്മളുടെ x1, ഇതാണ് നമ്മളുടെ x2, ഇതാണ് നമ്മളുടെ x3. നമ്മളടുത്ത് കോമൺ ഡിഫറൻസ് അല്ലേ കാണാൻ പറഞ്ഞത്? കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം, അതല്ലെങ്കിലോ തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം മൈനസ് ചെയ്യാം. ഏത് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ഞാൻ 3.5 നിന്നും 2.75 മൈനസ് ചെയ്തു. എന്താ 3.5 നിന്നും 2.75 മൈനസ് ചെയ്താൽ 0.75 അല്ലേടാ കിട്ടുക? 0.75 കിട്ടില്ലേ? അതുപോലെ നോക്കിയേ 4.25 നിന്നും 3.5 മൈനസ് ചെയ്താലും 0.75 അല്ലേ കിട്ടുക? അപ്പം ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 0.75. ഈ 0.75 എന്ന് പറയുന്നതും 3/4 എന്ന് പറയുന്നതും സെയിം അല്ലേ? 3/4 എന്ന് പറയുന്നത് സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി 3/4 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ഈ വേറൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഇതിന്റെ പൊതുവ്യത്യാസം കാണാനാണ്. അപ്പൊ നോക്കിയേ, ഇത് √2, അടുത്തത് √8, അടുത്തത് √18, അടുത്തത് √32. ഇങ്ങനെയുള്ള ഇതിന്റെ പൊതുവ്യത്യാസം കാണാനാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. √2നെ നമുക്ക് √2 എന്ന് എഴുതാം. ഈ √8നെ നമുക്ക് 4x2 എന്ന് എഴുതിക്കൂടെ? നോക്കിക്കോട്ടെ, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ. √2നെ നമുക്ക് √2 എന്ന് തന്നെ എഴുതാം. √8നെ നമുക്ക് 4x2 എന്ന് എഴുതാം അല്ലെ? √18 നമുക്ക് എങ്ങനെ എഴുതാം? 9x2 എന്ന് എഴുതിക്കൂടെ? 9x2. 32 നമുക്ക് 16x2 എന്ന് എഴുതിക്കൂടെ? 16x2. അപ്പൊ നോക്കി, 8ന് പകരം അല്ലെ, ഞാനിപ്പോ ചെയ്തത് 8ന് പകരം 4x2 എന്ന് എഴുതി. അതുപോലെ 18ന് പകരം 9x2 എന്ന് എഴുതി. 32ന് പകരം ഞാൻ എന്ത് എഴുതി? 16x2 എന്ന് എഴുതി. അങ്ങനെ ആവുമ്പോൾ നോക്കിയേ, ഇത് എങ്ങനെ വരും? ഇത് √2 എന്ന് വരും. ഓക്കെ, 4 അല്ലെ, 4ന് റൂട്ട് ഉണ്ട്. 4ന്റെ റൂട്ട് എത്രയാ? 2. പിന്നെ ഒരു √2 അല്ലേ ബാക്കി ഉണ്ടാവുക? 2√2. അതുപോലെ 9ന്റെ റൂട്ട് ഉണ്ട് 3, പിന്നെ √2 അല്ലേ ബാക്കി ഉണ്ടാവുക? അതുപോലെ 16ന്റെ റൂട്ട് ഉണ്ട് 4, പിന്നെ √2 അല്ലേ ബാക്കി ഉണ്ട്? നോക്ക്, ഇതിന്റെ അല്ലെ റൂട്ട് നോക്ക്, √(x × y) എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. √x × √y അല്ലേ? അപ്പൊ √4 × 2 എന്ന് പറയുമ്പോൾ √4 × √2 എന്നല്ലേ വരിക? √4 എത്രയാണ്? 2√2 എന്ന് വരും. ഓക്കെ, അതാണ് 2√2. അതുപോലെ ഇത് 3√2, 4√2. അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ എന്താണ്? ഇത് x1, ഇത് x2, ഇത് x3, x4. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാം? x2 നിന്നും x1 കുറക്കാം, അല്ലെങ്കിൽ x3 നിന്നും x2 കുറക്കാം, അല്ലെങ്കിൽ x4 നിന്നും x3 കുറക്കാം. അപ്പൊ 2 അല്ലെ, 2√2 നിന്നും 1√2 കുറച്ചാൽ എന്താ ബാക്കി കിട്ടുക? √2 എന്ന് കിട്ടും. അതല്ലെങ്കിൽ 3√2 നിന്നും 2√2 പോയാൽ എന്താ ബാക്കി ഉണ്ടാവുക? 1√2. അതുമല്ലെങ്കിൽ 4√2 നിന്നും 3√2 കുറച്ചാൽ എന്താ ബാക്കി ഉണ്ടാവുക? 1√2. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2√2 നിന്നും 1√2 പോയാൽ √2 ബാക്കി ഉണ്ടാവും. 3√2 അല്ലെ, 3√2 നിന്നും 2√2 മൈനസ് x3 നിന്നും x2 കുറച്ചാൽ 3√2 നിന്നും 2√2 കുറച്ചാലും √2 ബാക്കി. അപ്പൊ നിങ്ങൾ എവിടെ മൈനസ് ചെയ്താലും നിങ്ങൾക്ക് √2 ആൻസർ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ √2. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നോക്കിയേ, ഇവിടെ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 5, 12, then 19, 26. ഇതിന്റെ 16ാമത്തെ പദം x16 ആണ് കാണേണ്ടത്. 16ാമത്തെ പദം x16. എങ്ങനെ x16 കാണാം? ഒന്ന് പറഞ്ഞേ. x16ന്റെ ഫോർമുല എന്താ? x16ന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ x + 15d അല്ലേടാ? നമ്മൾ തുടക്കത്തിൽ പഠിച്ചതല്ലേ? x16 എന്ന് പറഞ്ഞാൽ x1 + 15d അല്ലേ? അവിടെ x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം എത്രയാണ്? 5 ആണ് അല്ലേ? 5 ആണ്. അടുത്തത് d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം കിട്ടണമെങ്കിൽ തൊട്ട് ബാക്കിലോട്ടൊന്ന് മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ നോക്കിയേ, 12 - 5 അല്ലെ? 12 - 5 ചെയ്യാം. അതല്ലെങ്കിലോ ഇവിടുന്ന് മൈനസ് ചെയ്യാം, 19 - 12 ചെയ്യാം. എങ്ങനെ മൈനസ് ചെയ്താലും 7 എന്നല്ലേ കിട്ടുക? ഒന്ന് പറഞ്ഞേടാ
അല്ലേ? 16ാമത്തെ പദം കാണണമെങ്കിൽ x1 പ്ലസ് 15d, x1 പ്ലസ് 15d. അപ്പോൾ x1 എന്ന് പറയുമ്പോൾ ആദ്യ പദം 5, 15 ഇൻറ്റു പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കിട്ടാൻ തൊട്ട് ബാക്കിലോട്ട് മൈനസ് ചെയ്യാം. 12ൽ നിന്നും 5 മൈനസ് ചെയ്യാം, 19 മൈനസ് 12 മൈനസ് ചെയ്യാം, or 26 മൈനസ് 19 മൈനസ് ചെയ്യാം. എവിടെ ചെയ്താലും നിങ്ങൾക്ക് 7 ആണ് കിട്ടുക. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x1 ആദ്യ പദം 5 പ്ലസ് 15 ഇൻറ്റു 7 എന്ന് വരും. 15 ഇൻറ്റു 7 ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, ആദ്യം ഗുണനം, എന്നിട്ടാണ് നമ്മൾ ഈ 5 അതിനകത്തോട്ട് കൂട്ടേണ്ടത്. അപ്പോൾ 15 ഇൻറ്റു 7 എത്രയാണ്? 15 ഇൻറ്റു 7, 7 ഇൻറ്റു 5 35ഉം 3ഉം 1 ഇൻറ്റു 7 105 എന്ന് വരും അല്ലേ? അപ്പോൾ 5 പ്ലസ് 105 105ന്റെ കൂടെ ഒരു 5ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 110 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി. ക്ലിയർ? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 1, 5 നോക്കിയേ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1, 5, 9, 13 എക്സെട്ര 201 ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി ഉണ്ട്. ഇതിൻ്റെ അവസാന പദത്തിൽ നിന്നും 10ാമതായി വരുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചത്. സോ വാട്ട് ഈസ് ദ 10th ടേം ഫ്രം ലാസ്റ്റ്? നമ്മൾ കാണേണ്ടത് 10ാമത്തെ പദം എക്സ്റ്റേൺ ആണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണ്? സ്റ്റാർട്ടിങ് എന്നല്ല, ഫ്രം ലാസ്റ്റ്. അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 10ാമത്തെ പദമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നോക്കിയേ അങ്ങോട്ട് പോകുന്നത് എന്താണ്? ഇപ്പോൾ 1 + 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുക. 5 + 4 ചെയ്താൽ 9 കിട്ടും. 9 + 4 ചെയ്താൽ 13 കിട്ടും. അപ്പോൾ നമ്മൾ ഈ അരിതമെറ്റിക് സീക്വൻസിനെ ഇവിടെ നിങ്ങോട്ട് റിവേഴ്സ് ആയിട്ട് ചെയ്താണെങ്കിൽ ആദ്യം 201, ആദ്യം ആരെയാ വരിക? 201 ശരിയല്ലേ? ആദ്യം 201. അപ്പോൾ നമുക്ക് തന്ന അരിതമെറ്റിക് സീക്വൻസ് പറഞ്ഞാൽ 1, 1ന്റെ കൂടെ 4 കൂടിയാൽ 5, 5, 5ന്റെ കൂടെ 4 കൂടിയാൽ 9, 9, 9ന്റെ കൂടെ 4 കൂടിയാൽ 13, അങ്ങനെ 201 വരെ പോകുന്നുണ്ട്. നമുക്ക് 10ാമത്തെ പദം കാണണം, x10. പക്ഷേ ആ x10 എവിടെ നിന്നാണ് കാണേണ്ടത്? ഫ്രം ലാസ്റ്റ്, അവസാനത്ത് നിന്ന് ഇങ്ങോട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ അരിതമെറ്റിക് സീക്വൻസിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ചെയ്താൽ എങ്ങനെ? അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ചെയ്തുമ്പോൾ ആദ്യത്തെ പദം ഇപ്പം നമ്മൾ ആദ്യം 5 എഴുതി, പിന്നെ 1ക്ക് വരണമെങ്കിൽ അങ്ങോട്ട് 4 കൂട്ടി, അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ അല്ലെ, അങ്ങോട്ട് പോകാൻ നമ്മൾ വലത് ഭാഗത്തോട്ട് പോകാൻ 4 കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏതൊരാൾക്കും കോമൺ സെൻസ് വെച്ചറിയാം 4 കുറച്ച് വന്നാൽ പോരെ. അപ്പോൾ ആദ്യം 201 വരും. പിന്നെ 201ൽ നിന്ന് ഒരു 4 കുറഞ്ഞാൽ എത്ര വരിക? 197 വരും അല്ലേ? 197. ആ 197ൽ നിന്ന് വീണ്ടും ഒരു 4 കുറഞ്ഞാൽ എന്ത് വരും? 193 എക്സെട്ര. ഇങ്ങനെയായിരിക്കും ഈ പ്രോഗ്രഷൻ അവസാനത്തുനിന്ന് വരികയാണെങ്കിൽ അല്ലേ? ആദ്യം 201 അല്ലേ? നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പ്ലസ് ചെയ്ത് പോയി, അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മൈനസ് ചെയ്യുക. ആദ്യം 201 തൊട്ട് ഇങ്ങോട്ടുള്ള ആളെ കിട്ടണമെങ്കിൽ ഒരു 4 കുറക്കുക. അപ്പോൾ നമുക്കിവിടെ 197 കിട്ടും. ഒന്നും കൂടെ ഒരു 4 മൈനസ് ചെയ്താൽ 193 കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇതാണ് x1, ഇതാണ് x2, ഇതാണ് x3. അപ്പോൾ നമുക്ക് x1 എന്നുള്ളിടത്ത് എത്രയാണ്? 201. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? x2ൽ നിന്നും x1 അല്ലെങ്കിൽ x3ൽ നിന്നും x2 കുറക്കുക. അപ്പോൾ നോക്കിയേ, കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് 197ൽ നിന്നും 201 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് -4 കിട്ടും. എന്ത് കിട്ടും? -4. ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ പ്രോഗ്രഷൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എഴുതുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുമ്പോൾ ആദ്യം 201, പിന്നെ ഇവിടുത്തെ ആൾ കിട്ടണമെങ്കിൽ ഒരു 4 കുറക്കണം. അങ്ങനെ കുറച്ചിട്ട് 201, 197, 193 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം ആയിട്ട് 201 വരും. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കിട്ടാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കുക. സെക്കൻഡ് ടേം ആരാ? 197. അതിൽ നിന്നും 201 കുറക്കുക. ഓക്കെ, അപ്പം എന്ത് കിട്ടും? -4 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസും കിട്ടി, അതുപോലെ തന്നെ എന്തും കിട്ടി? കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തിൽ നിന്നും 10ാമത്തെ പദം എന്ന് പറയുമ്പോൾ എക്സ്റ്റേൺ, വിച്ച് ഈസ് അല്ലെ? എക്സ്റ്റേൺ എങ്ങനെ കാണാം എന്ന് പറഞ്ഞ് 10ാമത്തെ പദം എങ്ങനെ കാണാം? നമ്മളുടെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്താണ് 10ാമത്തെ പദം കാണാനുള്ള ഇക്വേഷൻ? 10ാമത്തെ പദം കാണാനുള്ള ഇക്വേഷൻ x10 = x1 + 9d. x1 + 9d. അവിടെ x1 എന്നുള്ളിടത്ത് 201 പ്ലസ് 9 ഇൻറ്റു d എന്നുള്ളിടത്ത് -4 വരും. അപ്പം 201 പ്ലസ് 9 ഇൻറ്റു -4 -36 വരും. അപ്പോൾ നമുക്ക് 201 ഈ പ്ലസും മൈനസും കൂടെ എന്താവും? മൈനസ് ആവും. അപ്പോൾ 201 - 36 വരും. എന്താടാ 201 - 36 മൈനസ് ചെയ്താൽ 11 6 പോയാൽ 5 അല്ലേ? ഇവിടെ 165 എന്ന് വരും. സോ ദ ആൻസർ വിൽ ബിക്കം 165.
165 ഉണ്ട് ഓപ്ഷനകത്ത്. യെസ്, ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ക്ലിയർ? 165 എന്ന് വരും. 165. ക്ലിയർ? അപ്പോൾ അവസാനത്തത് ഇങ്ങോട്ട് ചോദിച്ചാൽ പ്രോഗ്രഷൻ തിരിച്ച് ചെയ്താൽ കേട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് നിങ്ങൾ ഒന്ന് അല്ല അങ്ങോട്ട് +4 ആണെങ്കിൽ തിരിച്ചിങ്ങോട്ടൊന്ന് ചിഹ്നം മാറ്റി കൊടുത്താൽ മതി, കോമൺ ഡിഫറൻസ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടാൻ ഇവിടുത്തെ സൈൻ ഒന്ന് മാറ്റിയാൽ മതി. അങ്ങോട്ടുള്ള ആൾ അതിൻ്റെ സൈൻ ഒന്ന് മാറ്റിയാൽ തിരിച്ചിങ്ങോട്ടുള്ള കോമൺ ഡിഫറൻസ് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർത്ത് ടേം ഓഫ് ആൻ arithmetic sequence is 21 and ninth term is 41. ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം, ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ നാലാമത്തെ പദം 21ഉം ഒമ്പതാമത്തെ പദം 41ഉം ആണ്. അപ്പൊ രണ്ട് ടേംസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? നാലാമത്തെ പദം x4 തന്നിട്ടുണ്ട്, അതുപോലെ ഒമ്പതാമത്തെ പദം x9 തന്നിട്ടുണ്ട്. നാലാമത്തെ പദം x4 21 ആണ്, ഒമ്പതാമത്തെ പദം x9 41 ആണ്. ക്ലിയർ? ഒരു സമാന്തര ശ്രേണിയുടെ രണ്ട് പദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് മക്കളെ, രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട്. ഏതാണ് രണ്ട് പദം? നാലാമത്തെ പദം x4 21, ഒമ്പതാമത്തെ പദം എന്താ? ഒമ്പതാമത്തെ പദം x9 41. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് വെരി വെരി സിമ്പിൾ അല്ലേ? ഒരു സമാന്തര ശ്രേണിയുടെ നാലാമത്തെ പദം x4 ഫോർത്ത് ടേം തന്നിട്ടുണ്ട്, അതുപോലെ നയൻത്ത് ടേമും തന്നിട്ടുണ്ട്. ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്, നയൻത്ത് ടേമും തന്നിട്ടുണ്ട്. ഇതിന്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണണം. വാട്ട് ഈസ് ദി ഫോർമുല? ഞാൻ പറഞ്ഞിട്ടില്ലേ, d is equal to ടേം ഡിഫറൻസ്. പറഞ്ഞേ മക്കളെ, ടേം ഡിഫറൻസ് പറയടാ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലോ. അപ്പൊ d എന്നുള്ളടത്ത് ടേം ഡിഫറൻസ് x9 മൈനസ് x4 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 9 മൈനസ് 4. സോ കോമൺ ഡിഫറൻസ് x9 എന്നുള്ളടത്ത് 41 മൈനസ് 21 ഡിവൈഡഡ് ബൈ 9 മൈനസ് 4. എന്താ 9 മൈനസ് 4? 5 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം ടേം ഡിഫറൻസ് ഒമ്പതാമത്തെ ടേമിൽ നിന്നും നാലാമത്തെ ടേം, പൊസിഷൻ ഡിഫറൻസ് 9 മൈനസ് 4. അപ്പം 41 മൈനസ് 21 എന്താ? 41 മൈനസ് 21 d ഈക്വൽ ടു എന്താ? 41 മൈനസ് 21 ഒന്ന് പറഞ്ഞേ, 20. 20 ഡിവൈഡഡ് ബൈ 5 4 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഇനി അടുത്ത ചോദിച്ചുള്ളത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. നോക്കിയേ, ഫസ്റ്റ് ടേം കാണാനാണ്. നമുക്ക് ഓൾറെഡി നാലാമത്തെ ടേം അറിയാലോ. നാലാമത്തെ ടേം 21 അറിയാം. അപ്പൊ നാലാമത്തെ ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കാണാൻ നാലാമത്തെ ടേമിൽ നിന്നും ഒരു 3 കോമൺ ഡിഫറൻസ് അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. ഓൾറെഡി നമുക്ക് നാലാമത്തെ ടേം അറിയാം. അപ്പൊ നാലാമത്തെ ടേമിൽ നിന്നും നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കാണണമെങ്കിൽ നാലാമത്തെ ടേമിൽ നിന്നും ഒരു 3 കോമൺ ഡിഫറൻസ് അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു നാലാമത്തെ ടേം x4 മൈനസ് 3 കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പൊ നാലാമത്തെ ടേം എന്താ? 21 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 21 മൈനസ് 12 എന്ന് കിട്ടും അല്ലേ. 21 മൈനസ് 12 എന്താ? 21 മൈനസ് 12. 21 മൈനസ് 12 എന്ന് പറയുമ്പോൾ 9 എന്ന് കിട്ടും അല്ലേ. 21 മൈനസ് 12 ചെയ്താൽ 9 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. ഇനി എന്താണ് അടുത്തത്? 15ാമത്തെ ടേം കാണാനാ. അതും വളരെ സിമ്പിൾ അല്ലേടാ. 15ാമത്തെ ടേം കാണാൻ ഓൾറെഡി നമുക്ക് 9ാമത്തെ ടേം അറിയാം. അടുത്തത് 15ാമത്തെ ടേം കാണാനാണ്. നോക്കിയേ, 15ാമത്തെ ടേം കാണാൻ നമുക്ക് ഓൾറെഡി 9ാമത്തെ ടേം അറിയാം. അപ്പൊ 9ാമത്തെ ടേം വെച്ചിട്ട് 15ാമത്തെ ടേം എങ്ങനെ കാണാം? 15ാമത്തെ ടേം കാണാൻ വേണ്ടിയിട്ട് 9ാമത്തെ ടേമിന്റെ കൂടെ ഒരു 6 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ അല്ലേ. ഫസ്റ്റ് ടേം നമ്മൾ കണ്ടു. ഫസ്റ്റ് ടേം കാണാൻ നാലാമത്തെ ടേം ഓൾറെഡി അറിയാം. നാലാമത്തിൽ നിന്ന് ഒരു 3 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. നാലാമത്തെ ടേം 21, 3 × 4 12, 21 നിന്നും 12 പോയാൽ 9 എന്ന് കിട്ടും. 9 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അടുത്തത് 15ാമത്തെ ടേം കാണാം. 15ാമത്തെ ടേം എങ്ങനെ കാണാം? ഓൾറെഡി നിങ്ങൾക്ക് 9ാമത്തെ ടേം അറിയാലോ. 9ാമത്തെ ടേം 41 നിങ്ങൾക്ക് അറിയാം. 9ാമത്തെ ടേം x9 ഈക്വൽ ടു 41 ആണ്. അതിന്റെ കൂടെ ഒരു 6 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. അപ്പൊ 41 പ്ലസ് 6 ഇൻറ്റു എന്തായിരുന്നു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം? 4. 6 ഇൻറ്റു 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 41 പ്ലസ് 6 ഇൻറ്റു 4 20 അല്ലേ. അപ്പൊ 41 പ്ലസ് 24 എത്ര മക്കളെ? 65 അല്ലേ. 41 പ്ലസ് 6 ഇൻറ്റു 4 24. അപ്പൊ ഇത് എത്ര ആഡ് ചെയ്താൽ കിട്ടുക? 65 എന്ന് കിട്ടും. 65. ക്ലിയർ ആണല്ലോ? യെസ് ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ ആ പ്രോബ്ലം നമ്മൾ ചെയ്തു. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പൊതുവ്യത്യാസം 5 ആയ ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദവും 15ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് നോക്കിയേ. അപ്പൊ കോമൺ ഡിഫറൻസ്
അല്ലേ? കോമൺ ഡിഫറൻസ്, ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഇല്ല, രണ്ടും മലയാളം മീഡിയം തന്നെയാണ്. അപ്പോൾ നോക്കി ഇവിടെ തന്നുള്ളത് കോമൺ ഡിഫറൻസ് 5 ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചുള്ളത് എക്സ് 20 മൈനസ് എക്സ് 15 എത്രയെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചുള്ളത്. ക്ലിയർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കി കോമൺ ഡിഫറൻസ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചത് എക്സ് 20 നിന്നും എക്സ് 15 കുറച്ചാൽ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. എക്സ് 20 നിന്നും എക്സ് 15 കുറച്ചാൽ എന്താണ്? നമുക്കറിയാം കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഡിഫറൻസ് എക്സ് 20 മൈനസ് എക്സ് 15 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലോ, അല്ലെ? നമുക്കറിയാം കോമൺ ഡിഫറൻസ് കാണാൻ ഏതെങ്കിലും രണ്ട് ടേം തന്നാൽ കോമൺ ഡിഫറൻസ് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ മക്കളെ? ഏതെങ്കിലും രണ്ട് ടേം തന്നാൽ കോമൺ ഡിഫറൻസ് കാണാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എങ്ങനെയാ കാണാം ഒന്ന് പറഞ്ഞേ. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ഏതെങ്കിലും രണ്ട് ടേം എന്നാൽ ടേം ഡിഫറൻസ്. ഏതൊക്കെയാ ടേം? 20ാമത്തെ ടേമും 15ാമത്തെ ടേമും അല്ലേ? അപ്പൊ എക്സ് 20 മൈനസ് എക്സ് 15 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 20 മൈനസ് 15. ഈ ക്വസ്റ്റിനകത്ത് കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് ഉള്ളിടത്ത് നമുക്ക് 5 കൊടുക്കാം. എക്സ് 20 മൈനസ് എക്സ് 15 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 20 മൈനസ് 15 എത്രയാണ്? 5 വരും അല്ലേ? ഈ 5നെ നമ്മൾ അരണാണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷൻ മാറിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആവും. 5 × 5 അഥവാ എക്സ് 20 മൈനസ് എക്സ് 15 എന്ന് വരും. എന്താണ് 5 × 5? 25. അപ്പൊ നമുക്ക് വേണ്ട 20ാമത്തെ ടേമിന്റെയും 15ാമത്തെ ടേമിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 5 × 5 25 എന്ന് കിട്ടും. 5 × 5 25. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഓപ്ഷൻ സി. നമ്മൾ സെയിം ഫോർമുല, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, നമ്മുടെ അടുത്ത് ഇതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് 5D തന്നിട്ടുണ്ട്. 20 മൈനസ് 15 5 ആവും. 5 × 5 25 ഈസ് ദി ആൻസർ. ക്ലിയർ? ഓക്കെ, ഇനി ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഞാനൊരു നോട്ട് പറഞ്ഞുതരാം. നോക്കിയേ, 3 നമ്പേഴ്സ് എയും ബിയും സിയും അരിതമെറ്റിക് സീക്വൻസിലാണെങ്കിൽ, നോക്കിയേ 3 നമ്പേഴ്സ് എയും ബിയും സിയും അരിതമെറ്റിക് സീക്വൻസിലാണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ടേം ബി എന്ന് പറയുന്നത് a+c/2 എന്ന് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, മറന്നു പോകരുത്. 3 ആൾക്കാര് അരിതമെറ്റിക് സീക്വൻസിലാണെങ്കിൽ 3 നമ്പേഴ്സ് എയും ബിയും സിയും, മറന്നു പോകരുത്, 3 നമ്പേഴ്സ് എയും ബിയും സിയും അരിതമെറ്റിക് സീക്വൻസിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം സെൻട്രലുള്ള ബി എന്ന് പറയുന്നത് a+c/2 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 3 ആൾക്കാരെ തന്നിട്ടുണ്ട്. ഒന്നെന്താണ് 2x - 1, 2x - 1. രണ്ടാമത്തത് 2x + 1. അടുത്തത് 5x - 9. ഇത് എത്രയാണ്? These are the consecutive terms of an arithmetic sequence. അപ്പൊ നമുക്കറിയാം ഒരു അരിതമെറ്റിക് സീക്വൻസിലെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് എയും ബിയും സിയും ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് b = a+c/2, ഓർ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2 × b = a+c എന്ന് എഴുതാം. 2 × b = a+c എന്ന് എഴുതാം. അപ്പൊ നോക്കിയേ, ഇത് 3 ടേമുകളാണ്. ഇതിൽ നിന്ന് x കാണാനാണ്. അപ്പൊ നമുക്ക് ഇതിനെ a ആയിട്ട് എടുക്കാം, ഇതിനെ b ആയിട്ട് എടുക്കാം, ഇതിനെ c ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം b = എന്താണ്? a+c/2 ആണ്. ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എഴുതാം 2 × b = a+c എന്ന് എഴുതാം. ഇനി 2 × ബിയുടെ വാല്യൂ എന്താ? ബിയുടെ വാല്യൂ 2x + 1 = a+c. എന്താ a+c? 2x - 1 + 5x - 9. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. 2 × 2 എന്താ മക്കളെ? 2 × 2 2 × 2 4x. പിന്നെയോ 2 × +1 that is +2 = 2x ഉം 5x ഉം കൂടെ എന്താവും? 7x ആവും അല്ലേ? 2x ഉം 5x ഉം കൂടെ എന്താവും? 7x ആവും. ഓക്കെ, 2x ഉം 5x അല്ലേ? 2x + 1 ഇത്. സോ ദർ ഈസ് എ മിസ്റ്റേക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ലെറ്റ് മീ ചെക്ക് ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. So there is a small mistake in that question which is actually എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവിടെ 2 നമുക്ക് തന്നുള്ള നമ്പേഴ്സ് ഇങ്ങനെയാണ്. അതായത് രണ്ടിലും മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും വാല്യൂസ് മാറിയാണോ കിടക്കുന്നത്? ഓക്കെ, ഞാൻ ശരിയാക്കി തരാം. നോക്കിക്കോ, ഇത് ആക്ച്വലി ഇങ്ങനെയാണ് കേട്ടോ. നോക്കിക്കോളൂ. ആദ്യത്തെ ആളെന്ന് പറയുന്നത് 2x - 1 ആണ്. ഓക്കെ, ഇവിടെ അത് 2x + 1 ആണ് അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ആളാണ്
2x പ്ലസ് 1 അതൊക്കെയാണ്. ദെൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ കറക്റ്റാന്ന് തോന്നുന്നു അല്ലേ? ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ കറക്റ്റാന്ന് തോന്നുന്നു. ആൻഡ് മൂന്നാമത്തെ ആൾ വരുന്നതാണ് 5x മൈനസ് 9 കേട്ടോ. എന്നിട്ട് എക്സ് കാണാനാണ്. അപ്പോൾ ഇത് മൂന്നും ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ തുടർച്ചയായിട്ടുള്ള 3 പദങ്ങളാണ്. ഇത് മൂന്നും ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണിത്. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാനാണ്. അപ്പോൾ നമുക്കറിയാം എയും ബിയും സിയും ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എഴുതാൻ പറ്റുന്നത് എന്താണ്? ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 എന്ന് എഴുതാം. ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 2b ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എ പ്ലസ് സി എന്ന് എഴുതാം. 2b ഈക്വൽ ടു എ പ്ലസ് സി. അപ്പോൾ ഞാൻ ഇതിനെ എ ആയിട്ട് എടുക്കുന്നു, ഇതിനെ ബി ആയിട്ട് എടുക്കുന്നു, ഇതിനെ സി ആയിട്ട് എടുക്കുന്നു. സോ വി ക്യാൻ റൈറ്റ് 2b ഈക്വൽ ടു എ പ്ലസ് സി. 2b ഈക്വൽ ടു എ പ്ലസ് സി. സോ 2 ഇൻറ്റു ബി എന്നുള്ളിടത്ത് എന്ത് വരും? 2x പ്ലസ് 1 വരും. എ എന്നുള്ളിടത്ത് 2x മൈനസ് 1 പ്ലസ് സി എന്നുള്ളിടത്ത് എന്ത് വരും? 5x മൈനസ് 9. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 ഇൻറ്റു 2 എന്താ? 2 ഇൻറ്റു 2 എന്ത് വരും? 4x പ്ലസ് 2 ഇൻറ്റു 1 2 ദെൻ 2x 5x കൂടെ 7x മൈനസ് 9 മൈനസ് 1 കൂടെ എന്താവും? മൈനസ് 10 ആവും. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? ഈ 4xനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ കിടക്കുന്ന മൈനസ് 10നെ ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഓൾറെഡി 2 ഉണ്ട് അല്ലേ? ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. അവിടെ നിന്ന് ആ മൈനസ് 10 ഇങ്ങോട്ട് വന്നാൽ എന്താ വരിക? പ്ലസ് 10 ആവും. 2 പ്ലസ് 10 ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട് മക്കളെ? ഇവിടെ ഓൾറെഡി 7x ഉണ്ട്. അങ്ങോട്ടാണ് ഈ 4x വരുന്നത്. അവൻ വരുമ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ ഇവിടെ 12 ഈക്വൽ ടു 7x മൈനസ് 4x. എന്താ 7x മൈനസ് 4x? 3x എന്ന് വരും. അഥവാ 3x ഈക്വൽ ടു 12 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും മക്കളെ? 12 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ 4 എന്ന് വരും. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? എയും ബിയും സിയും ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ തുടർച്ചയായിട്ടുള്ള 3 ടേമുകളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതി വെക്കാം? ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2b ഈക്വൽ ടു എ പ്ലസ് സി എന്ന് എഴുതി വെക്കാം. അത് ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ആദ്യത്തെ ആളെ എ ആയിട്ട് എടുക്കുക, രണ്ടാമത്തെ ആളെ ബി ആയിട്ട് എടുക്കുക, മൂന്നാമത്തെ ആളെ സി ആയിട്ട് എടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കി? ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. The sum of 4th and 6th term of an arithmetic sequence is 120. Find the 5th term of the sequence. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം 2 പ്ലസ് 3 5 5 പ്ലസ് 3 8 8 പ്ലസ് 3 11 11 പ്ലസ് 3 14 അല്ലേ? 1 2 3 4 14 പ്ലസ് 3 17 17 പ്ലസ് 3 20. ക്ലിയർ ആണല്ലോ? ഇത് നമ്മളുടെ x1, ഇത് x2, ഇത് x3, x4, x5, x6, x7. ക്ലിയർ ആണല്ലോ? ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇവിടെ x4 എന്ന് പറയുന്നത് എത്രയാ? 11 അല്ലേ? ആണല്ലോ. x4 എന്ന് പറയുന്നത് എത്രയാണ്? 11. ശ്രദ്ധിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ x1, x2, x3, x4, x5, x6, x7 ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഇതാണ് നമ്മളുടെ 4ാമത്തെ പദം. ഓക്കെ, ഇനി 3ാമത്തെ പദവും 5ാമത്തെ പദവും കൂടെ സം ചെയ്യുക. 3ാമത്തെ പദവും 5ാമത്തെ പദം എന്ന് പറയുമ്പോൾ 3 5 8. ഇവിടെ കിടക്കുന്നത് എന്താണ്? 4ാമത്തെ പദം അല്ലേ? അത് എന്ന് പറയുന്നത് എത്രയാണ്? അതെന്ന് പറയുന്നത് ഈ 4ാമത്തെ പദത്തിന്റെ ഇരട്ടിയല്ലേ വരിക? അത് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതാ എയും ബിയും സിയും വന്നു കഴിഞ്ഞാൽ 2b ഈക്വൽ ടു എ പ്ലസ് സി. എയും സിയും കൂടെ ആഡ് ചെയ്താൽ ബിയുടെ ഇരട്ടിയല്ലേ വരിക? അപ്പൊ നോക്കിയേ, 3ാമത്തെയും 5ാമത്തെ പദം കൂടെ നമ്മൾ സം ചെയ്താൽ 3ാമത്തെയും 5ാമത്തെ പദം, അപ്പൊ 3ഉം 5ഉം 8 ആണ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ പദത്തിന്റെ ഇരട്ടിയല്ലേ വരിക? നോക്കിയേ, ഇത് 11. 11ന്റെ ഇരട്ടി എത്രയാ? 22 അല്ലേ? 8 പ്ലസ് 14 എത്രയാ? 22 അല്ലേ? അഥവാ നമ്മളുടെ 4ാമത്തെ പദം 11 × 2. ഇനി നോക്കിയേ, ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. അടുത്തത് ഇപ്പം ഞാൻ ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ. ഇത് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരും. നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് 4ാമത്തെ പദം ഞാൻ ഓൾറെഡി പറഞ്ഞു, 4ാമത്തെ പദം 11 ആണ്. ഓക്കെ, ഇനി 3ാമത്തെ പദം പ്ലസ് 5ാമത്തെ പദം, അഥവാ 3 5 8.
നമുക്ക് ഓൾറെഡി അറിയുന്നത് നാലാമത്തെ പദമാണ്. അത് എന്ന് പറയുന്നത് എത്രയാണ്? 8 + 14 വരിക. എന്താ 8 + 14? 22. അത് ഓൾറെഡി നമ്മളെ കയ്യിലുള്ള നാലാമത്തെ പദത്തിന്റെ ഇരട്ടിയല്ലേ? 11 × 2 അല്ലേ 22. ഇനി ഇത് തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. അതായത് രണ്ടാമത്തെ പദവും അതുപോലെ തന്നെ ആറാമത്തെ പദവും x2 ഉം x6ഉം. അപ്പോൾ നമുക്ക് വീണ്ടും 5 + 17 വരും. എന്താ 5 + 17? അതും 22 അല്ലേ വരിക. അപ്പം 3 + 5 8 അല്ലേ? അത് നമ്മളുടെ നാലാമത്തെ പദത്തിന്റെ ഇരട്ടി. 2 + 6 8, അതും നാലാമത്തെ പദത്തിന്റെ ഇരട്ടി അല്ലേ വരിക. അടുത്ത നോക്കിയേ, x1 + x7. x1 + x7 എന്ന് പറയുമ്പോൾ 2 + 20. എന്താ 2 + 20? 22. 1 + 7 8 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നാലാമത്തെ പദം അറിയാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പദവും അഞ്ചാമത്തെ പദവും അഥവാ 8 അല്ലേ? നമുക്കറിയുന്നത് 4. അപ്പം 3 5 8, 3 + അല്ലേ മൂന്നാമത്തെ പദം പ്ലസ് അഞ്ചാമത്തെ പദം ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന നാലാമത്തെ പദത്തിന്റെ ഇരട്ടി. 2 ഉം 6ഉം ചോദിച്ചാൽ 2 + 6 8 വരിക. അപ്പോഴും നാലാമത്തെ പദത്തിന്റെ ഇരട്ടി. 1 ഉം 7ഉം 1 ഉം 7ഉം അതും 8 അല്ലേ? അപ്പോഴും നമുക്കറിയുന്ന നാലാമത്തെ പദത്തിന്റെ ഇരട്ടി അല്ലേ വരിക. അപ്പൊ ഈ ലോജിക്ക് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? നമുക്കറിയുന്നത് നാലാമത്തെ പദം. അപ്പൊ 3 ഉം 5ഉം അല്ലേ? മൂന്നാമത്തെ പദം അഞ്ചാമത്തെ പറഞ്ഞാൽ 3 5 8. അപ്പൊ നമുക്കറിയുന്ന 4ന്റെ ഇരട്ടിയാണ് ആൻസർ. 2 ഉം 6ഉം 8 അല്ലേ? നമ്മൾ സമ്മ് ചെയ്യുന്നത് ഇവിടെ ഉള്ള പദത്തിന്റെ ഇരട്ടിയായിട്ടാണ് അല്ലേ? 4 3 + 5 8 4 അല്ലേ? അപ്പൊ നമുക്ക് അറിയുന്ന പദത്തിന്റെ ഇരട്ടി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. ഈ ലോജിക്ക് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ മക്കളെ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. എന്താണ് ഈ ലോജിക്ക് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? നോക്കിയേ, ദ സം ഓഫ് 4th and 6th. അപ്പൊ നോക്കിയേ, x4 x6. x4 + x6ന്റെ ആൻസർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോറി, x4 + x6 നമുക്കറിയാം. അത് എത്രയാണ്? 120. അപ്പൊ നമുക്കറിയാം x4 + x6 എന്ന് പറയുന്നത് 2 × x5 അല്ലേ വരിക. ലോജിക്കലി ഒന്ന് ആലോചിച്ചേക്ക്. x4 ഉം x6ഉം 4 ഉം 6ഉം 10. അത് അഞ്ചാമത്തെ പദത്തിന്റെ ഇരട്ടിയായിട്ടല്ലേ വരിക. അതല്ലേ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ വെച്ച് കാണിച്ചത്. ക്ലിയർ നോക്കിയേ. എക്സാമ്പിൾ ഇനി വേണോ? ഒന്നും കൂടെ പറയണോ? വേണ്ടല്ലോ. അപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടത് ദ സം ഓഫ് 4th and 6th. x4 + x6 നിങ്ങൾക്ക് അറിയാം. അത് എത്രയാണ്? 120. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അഞ്ചാമത്തെ പദം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ പദം. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയല്ലേ വരിക, x4 x5 x6 അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ x4 x4 + x6 എന്ന് പറയുന്നത് ഈ x5ന്റെ ഇരട്ടിയല്ലേ വരിക അല്ലേ? x4 + x6 എന്ന് പറയുന്നത് സെൻട്രൽ കിടക്കുന്ന x5ന്റെ ഇരട്ടിയല്ലേടാ വരിക. x5ന്റെ ഇരട്ടിയല്ലേ വരിക. അപ്പൊ x4 + x6 ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 120 ആണ് കേട്ടോ. ഈ 120 പറഞ്ഞാൽ 2 × x5 ആണ്. എന്നിട്ട് അഞ്ചാമത്തെ പദം ചോദിച്ചാൽ ഈ 2നെ ഇവിടെ കൊടുന്ന് ഹരിച്ചാൽ പോരെ മക്കളെ. സോ x5 is equal to 120/2 അഥവാ x5 = എന്താ? 120/2 60 എന്ന് കിട്ടും അല്ലേ? സോ x5 = 60 എന്ന് കിട്ടും. x5 = 60. ക്ലിയർ? അടുത്ത എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ദ സീക്വൻസ്. നോക്കിയേ, സമ്മ് കാണാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോ? ഈ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ 9 ടേംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? സോ 9 ടേംസ്. ഓക്കെ, 9 ടേംസ്. ഇതാ ഞാനിവിടെ നമുക്കിപ്പം x5 കിട്ടിയിട്ടുണ്ട്. x5 എത്രയാണ്? 5 അല്ല, മൊത്തം നമുക്ക് നോക്കിയേ. നമുക്ക് x1 x2 x3 x4 x5 x6 x7 x8 x9. ഇതാണ് സെൻട്രൽ കിടക്കുന്ന ആൾ കേട്ടോ. അപ്പൊ സമ്മ് ചോദിച്ചാൽ നോക്കിക്കോ, സമ്മ് ചോദിച്ചാൽ നമുക്ക് തന്ന സമ്മ് ചോദിക്കുന്ന ടേമുകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ 9 ആൾക്കാരല്ലേ, 9 ടേംസിന്റെ സമ്മല്ലേ ചോദിച്ചത്. 9 ടേംസിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സമ്മ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം, ഇതിന്റെ സെൻട്രൽ ടേം, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പം മിഡിൽ ടേം എന്ന് പറയുമ്പം ഇവിടെ ആരാ?
ഈ 9 ആൾക്കാരുടെ മിഡിൽ വരുന്നത് x5 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 9 വരും. അപ്പോൾ x5 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെത്രയാണ്? 60 ഇൻറ്റു 9 എന്ന് വരും. അപ്പോൾ നോക്കിയേ, സമ്മ് കാണാൻ മൊത്തം 9 ടേം ആണ്. 9 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് കേട്ടോ. ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ ഒറ്റ നമ്പർ ഓഫ് ടേംസിന്റെ 9 ടേം, 10, 8 ഒന്നും പറ്റില്ല. 9 ടേമിന്റെ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മിഡിൽ ടേം, ഇതിന്റെ സെൻട്രൽ കിടക്കുന്ന ആള് അതാരാ? മിഡിൽ ടേം ആരാ? x5. ആ മിഡിൽ ടേം ഇൻറ്റു എത്രയാണോ ടേം, എത്ര ടേമുകൾ ഉണ്ട്? 9 ടേം. അപ്പൊ മിഡിൽ ടേം x5 ഇൻറ്റു 9. x5ന്റെ വാല്യൂ 60 ആണ്. 60 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ 540 എന്ന ആൻസർ കിട്ടും. 540. മറന്നു പോയത് കേട്ടോ. അപ്പൊ ഓഡ് നമ്പർ എന്ന സം എങ്ങനെ കാണാം? സം ഇസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ? ഇഫ് ദ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ് ഈസ് 20, ഫൈൻഡ് 8th ടേം ഓഫ് ദി സീക്വൻസ്. ഓക്കെ, സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം x2 ഈക്വൽ ടു 20 ആണെങ്കിൽ x8 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പറഞ്ഞൂടെ x2ഉം x8ഉം കൂടെ സമ്മ് ചെയ്താൽ 2 ഇൻറ്റു x5 അല്ലേ വരിക? x2ഉം x8ഉം കൂടെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ x5ന്റെ ഇരട്ടിയല്ലേ വരിക? നമുക്ക് 2, 8, 10. അപ്പോൾ x5ന്റെ ഇരട്ടിയല്ലേ വരിക? അപ്പോൾ നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ് 20. സെക്കൻഡ് ടേം എന്നുള്ളിടത്ത് നമുക്ക് 20 കൊടുക്കാം. 20 പ്ലസ് x8 ഈക്വൽ ടു 2 ഇൻറ്റു അഞ്ചാമത്തെ ടേം നമുക്ക് ഓൾറെഡി അറിയാം. അഞ്ചാമത്തെ ടേം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നോക്ക്, ഈ ഇക്വേഷൻ മറന്നു പോകരുത് കേട്ടോ. ഈ ഇക്വേഷൻ മറന്നു പോകരുത്. നോക്കിപ്പോൾ ഇവിടെ x1, x2, x3, x4, x5, x6, x7, ഇത് 4. അങ്ങനെയാണെങ്കിൽ x3 പ്ലസ് x5 എന്ന് പറയുന്നത് 2 ഇൻറ്റു x4. അതുപോലെ x2 പ്ലസ് x6 വിച്ച് ഈസ് ഓൾസോ 2 ഇൻറ്റു x4. അടുത്തത് x1 പ്ലസ് x7, അതും 2 ഇൻറ്റു x4. അഥവാ 3 പ്ലസ് 5 8, 2 പ്ലസ് 6 8, 1 പ്ലസ് 7 8. അത് 2 ഇൻറ്റു നാലാമത്തെ പദം. 2 ഇൻറ്റു 4 എന്താ? 2 ഇൻറ്റു 4 പറയുമ്പോൾ 8 തന്നെയല്ലേ വരിക? അതേ ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് മറന്നു പോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നോക്കിയേ, നിങ്ങൾക്ക് x2 20 അറിയാം, x8 ആണ് കാണേണ്ടത്. ഓൾറെഡി നിങ്ങൾക്ക് അഞ്ചാമത്തെ ടേം അറിയാം. ഓൾറെഡി അഞ്ചാമത്തെ ടേം നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ടേം x5 60 നിങ്ങൾക്ക് അറിയാം അല്ലേ? അഞ്ചാമത്തെ ടേം അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. x5 അത് 60 ആണ്. അപ്പോൾ നോക്കിയേ, x2 പ്ലസ് x8 ഈക്വൽ ടു 2 ഇൻറ്റു x5. അപ്പോൾ x2 എന്നുള്ളിടത്ത് ആര് വരും? 20 വരും. x8 ആണ് നമുക്ക് കാണേണ്ടത്. 2 ഇൻറ്റു 60 എന്ന് വരും. അപ്പോൾ 20 പ്ലസ് x8 is equal to 120 വരും. ഈ 20നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ x8 ഈക്വൽ ടു 120 മൈനസ് 20 വരും. എന്താ 120 മൈനസ് 20? 100 എന്ന് വരും. എന്ത് വരും? 100. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൽ 101 ഒരു ടേം ആകുമെന്നാണ്. നോക്കിയേ, ഒരു അരിതമെറ്റിക് സീക്വൻസിനകത്ത് ഈ തന്ന അരിതമെറ്റിക് സീക്വൻസ് ഏതാണ്? അരിതമെറ്റിക് സീക്വൻസ് 13, 24, 35. ഇതിനകത്ത് 101 ഒരു ടേം ആയിട്ട് വരുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 101ൽ നിന്നും ആദ്യത്തെ ടേം ആയിട്ടുള്ള 13 മൈനസ് ചെയ്യുക. എന്നിട്ട് അതിനെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള d കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിഷ്ടം ഉണ്ടാവാൻ പാടില്ല, അതായത് റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവാൻ പാടില്ല? റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നോക്കിയേ, 101 നമുക്ക് ചോദിച്ചത് 101 ഇതിനകത്ത് ഒരു ടേം ആകുമെന്നാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 101ൽ നിന്നും 13 മൈനസ് ചെയ്യുക. എന്നിട്ട് അതിനെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 24ൽ നിന്നും 13 കുറക്കാം, അല്ലെങ്കിൽ 35ൽ നിന്നും 24 കുറക്കാം. അപ്പോൾ 24ൽ നിന്നും 13 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 24ൽ നിന്നും 13 കുറച്ച് കഴിഞ്ഞാൽ 11 കിട്ടില്ലേ? 11 കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നോക്കിയേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 101 ഒരു പദമാണോ എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 101 എഴുതുക. ആ 101ൽ നിന്നും നിങ്ങൾ എന്ത് മൈനസ് ചെയ്യുക? ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. 101 മൈനസ് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. എന്നിട്ട് അതിനെ പൊതുവ്യത്യാസം d കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവാൻ പാടില്ല, റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നോക്കിയേ, 101 മൈനസ് 13 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 11.
101 നിന്ന് 13 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? നോക്കിയേ, 101 മൈനസ് 13. അപ്പൊ 101 മൈനസ് 13 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 11 8 അല്ലേ, ഇവിടെ 88 കിട്ടില്ലേ? അപ്പൊ നോക്കിയേ, 88 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിഷ്ടം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 അല്ലേ വരിക? 8 × 11 81, 0 വന്നില്ലേ? ശിഷ്ടം ഉണ്ടോ? റിമൈൻഡർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറയാം 101 ഈ അരിതമെറ്റിക് സീക്വൻസിലെ ഒരു പദമാണെന്ന് പറയാം. ഇനി എക്സാമിന് ചോദിക്കാണ് 101 എത്രാമത്തെ പദമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 8 ഉണ്ടല്ലോടാ, അതിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതി, അഥവാ 9. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് ചോദിച്ചത്, 101 ഈ അരിതമെറ്റിക് സീക്വൻസിലെ എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതേ സ്റ്റെപ്പ് ചെയ്യുക. ഇത് എങ്ങനെ? 101 അതിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശിഷ്ടം ഉണ്ടാവാൻ പാടില്ല, റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ റിമൈൻഡർ ഉണ്ടോ? ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഹരിച്ചു പോയി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയാം 101 ഇതിനകത്തൊരു പദമാണ്, 101 ഇതിനകത്തൊരു ടേം ആണ്. ഇനി ഇത് എത്രാമത്തെ, വിച്ച് ടേം, എത്രാമത്തെ ടേം ആണ്, എത്രാമത്തെ ടേം ആണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ 8, അതിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുക, അപ്പൊ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇനി അരിതമെറ്റിക് സീക്വൻസിന്റെ ന്യൂമറിക്കൽസ് മാത്രമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സെഷൻ വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിനകത്തോട്ട് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ പറയുക.